السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഫാസിദാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിസ്കാരം ഫാസിദാകുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. ലോ നദറൽ മുസല്ലീല മക്തൂബിൻ ഫഹിമഹു ഔ അക്കല മാ ബൈന അസ്നാനിഹി വകാന ദൂനൽ ഹിമ്മസതി ബിലാ അമലിൻ കസീർ. നിസ്കാരം ഫാസിദാക്കാത്ത കാര്യങ്ങളാണ്. മുസല്ലി ഒരു എഴുത്തിലേക്ക് നോക്കിയോ ഫഹിമഹു അത് ഗ്രഹിക്കുകയും ചെയ്താൽ നിസ്കാരം ഫാസിദാവില്ല. അല്ലെങ്കിൽ പല്ലിനിടയിൽ കുടുങ്ങിയത് ഭക്ഷിച്ചു, അതൊരു ഹിമ്മസത്തിൻ്റെ താഴെയുള്ളൂ. നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ. നേരത്തെ ഹിമ്മസത്തിൻ്റെ അളവൊക്കെ ഭക്ഷിച്ചാൽ എന്താവുള്ളൂ, നിസ്കാരം ഫാസിദാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ പ്രവൃത്തി ഉണ്ടായിട്ടില്ല. ബിലാ അമലിൻ കസീർ എന്ന് കൂടുതൽ പ്രവൃത്തിയൊന്നുമില്ലാതെ ഒരു പയറിൻ്റെ മണിയുടെ ചെറിയൊരു സാധനം പല്ലിൻ്റെ ഇടയിലുണ്ടായിരുന്നത് കഴിച്ചുകൊണ്ട് നിസ്കാരം ഉണ്ടാവില്ല. ഇത് പുറത്തുനിന്ന് എടുക്കുന്നതല്ലല്ലോ, പല്ലിൻ്റെ ഇടയിലായതുകൊണ്ടാണ് അളവ്. അത് മാറും ഫീ മൗദിഇ സുജൂദിഹി. നിസ്കരിക്കുന്ന സുജൂദ് ചെയ്യുന്ന സ്ഥലത്തുകൂടെ ഒരാൾ കടന്നുപോയി, യാതൊരു നിസ്കാരം ഭാഗത്തിലാവില്ല. മൈൻ അസിമൽ നടന്നു പോയാൾക്ക് കുറ്റം കിട്ടും. എന്നാൽ പോലും ഈ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ മടക്കിയെടുക്കാൻ ഷാഫി മദ്ഹബിൽ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ മടക്കിയെടുക്കലാവും. ഹനഫി മദ്ഹബിൽ ഒരു ഭാര്യ എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവളുമായിട്ട് നടത്തിയാൽ തന്നെ അത് മടക്കിയെടുക്കലാണ്. ഫെയില് കൊണ്ട് മടക്കിയെടുക്കലുണ്ടാവും, തൊടുക അങ്ങനെയൊക്കെ. അപ്പോൾ സെഹബത്തോടു കൂടി തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ ഫർജിലേക്ക് നോക്കിയാൽ നിസ്കാരം ഫാസിദാവില്ല. പക്ഷേ മടക്കിയെടുക്കുക എന്നുള്ള റജയിയായ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കുക എന്നുള്ള സംഗതി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് കാര്യം. മുസല്ലി മക്തൂബിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുസാബ് നോക്കി ഓതുമ്പോൾ ഒരു തലക്കുണ്ട്, വേറൊരാളടുത്തുനിന്ന് കേട്ടുച്ചരിക്കുന്നത് പോലെയാണത്. മുസാഫിന് നോക്കി ഓതരുത്, നിസ്കാരം പാത്തില വന്നു. ഇവിടെ ഒന്നുമില്ല, നോക്കിയിട്ടേ ഉള്ളൂ, എന്നിട്ട് അത് ഗ്രഹിച്ചിട്ടുള്ളൂ, ഓതിയിട്ടില്ല. ഖുറാനായാലും ഖുറാൻ അല്ലെങ്കിലും ഇപ്പോൾ പള്ളിൻ്റെ അവിടെ ചുമരിലൊക്കെ കുറേ എഴുത്തുണ്ടാവുമല്ലോ, നോക്കി ഓതിയാൽ അതിന് മറ്റൊരു ഹുക്കമാണ്. ഗ്രഹിച്ചാൽ പ്രശ്നമല്ല. അധികരിച്ച പ്രവൃത്തിയോടുകൂടി ചവച്ചാലോ അപ്പോൾ നിസ്കാരം ഫാസിദാകും എന്നതിലും തർക്കമല്ല. ഓ മാറും നിസ്കരിക്കുന്ന സ്ഥലത്തൂടെ ഒരാൾ കടന്നുപോയി, സ്ത്രീയോ നായയോ ഏതായാലും വേണ്ടിയില്ല, കഴുതയോ, അങ്ങനെ ഹദീസുണ്ട്. അതൊക്കെ ശൈത്താനാണ്. നടന്നൊരു കുറ്റം കിട്ടും മനഃപൂർവ്വമാണെങ്കിൽ. നിസ്കരിക്കുന്നവരുടെ മുന്നോടെ നടക്കാൻ പാടില്ല. അപ്പോൾ തലാഖല്ലപ്പെട്ട പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ അജ്നബിയത്തായ പെണ്ണിൻ്റെയോ ഒക്കെ ഫർജിലേക്ക് നോക്കിയാൽ ശഹവത്തോട് നോക്കിയാൽ ഹറാമാണ്. സംസ്കാരം എന്താവില്ല, ബാത്തിലാവില്ല. സംസ്കാരം നോക്കുമ്പോട്ടോ, ഇനി തൊടയോ മറ്റൊക്കെ ചെയ്താൽ നിസ്കാരം എന്താവും, ഫാസിദാവും. കാരണം ജിമാഇൻ്റെ മാനയാണ്. ജിമാഇൽ നിന്ന് അധികരിച്ച പ്രവൃത്തിയല്ലേ. ഇനി കറാഹത്തുകളെ കുറിച്ചാണ് പറയുന്നത്. മഹ്ബൂബല്ലാത്ത കാര്യങ്ങൾക്കാണ് മക്രൂഹ് എന്ന് പറയുന്നത്. നഹ്യു തന്നിയാണെങ്കിൽ തഹരീമിൻ്റെ കറാഹത്ത് എന്നാണ് പറയുന്നത്. ദലീല് നഹി അല്ലെങ്കിലോ തൻസീഹിൻ്റെത്. നഹിയോണ്ടല്ല അതിന് ഉപേക്ഷിക്കണമെന്ന് കിട്ടിയത്, റസൂലുള്ളാഹിൻ്റെ നേരെ വിലക്കൊണ്ട് കിട്ടിയതല്ല. തെർക്കിനെ ഫായിദപ്പിക്കുന്നുണ്ട്, ജാസിമല്ലാത്തൊരു തെർക്കിനെ ഫായിദപ്പിക്കുന്നുണ്ട്. ദലീല് നഹിയല്ല. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ പറ്റ താന്ന വസ്ത്രത്തിൽ
നിസ്കരിക്കുന്നത് കണ്ട ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടോ നീ വസ്ത്രം ധരിച്ചിട്ട് ആൾക്കാരെ മുന്നിലൂടെ കടന്നു പോകുക. കാരണം അത്രയും മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടാണ് അയാൾ നിസ്കരിക്കുന്നത്. അവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ നമ്മൾ ഭംഗിയാവേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ലായിസല്ലി ബാദുസൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് നെഹി അല്ലെങ്കിലും അത് നെഹി പാടില്ല എന്ന് അറിയിക്കുന്ന ചില തെളിവുകൾ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ എൻ്റെ ഉസൂലിൻ്റെ കിതാബ് നോക്കിയാൽ നമ്മുടെ വിശദമായിട്ട് കിട്ടും. ഖിലാഫുള്ള വിഷയമാണ്. ഇനി ദലീൽ നഹി അല്ലാതെ അപ്പം കറാഹത്ത് ഹലാലാണ്, തഹരീമിൻ്റെ കറാഹത്ത് ഹറാമുമാണ്. അപ്പോൾ തഹരീമിൻ്റെ കറാഹത്ത് ചെയ്താൽ നിസ്കാരം മടക്കേണ്ടി വരും. കാരണം വാജിബിനെ ഒഴിവാക്കി എന്നുള്ളതാണ് കാരണം. ഇനി ഇക്റൗൽ മുസല്ലി സബഊന ശൈഅൻ, 77 കാര്യമാണ് കറാഹത്താവുക. ഒന്ന് തെറുക്ക് വാജിബിനോ സുന്നത്തിൻ അംദൻ, ഒരു വാജിബിനെയോ സുന്നത്തിനെയോ മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് കറാഹത്താണ്. വാജിബോ സുന്നത്തോ അംദൻ ഉപേക്ഷിക്കുക. രണ്ട് ഐറ്റം കറാഹത്തുകളെ കുറിച്ചാണ് പറയുന്നത്. വാജിബായ കാര്യം ഒഴിവാക്കുമ്പോൾ നിസ്കാരം അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ വാജിബിന് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ സുന്നത്തിന് ഉപേക്ഷിക്കുക മനഃപൂർവ്വം. ഒരുപാട് വാജിബ് പറഞ്ഞില്ലേ, അടങ്ങി താമസിക്കുക, ഇമാമിനെ മുൻകടക്കുക, 2 ചെവിയേക്കാൾ 2 കൈ അപ്പുറത്തേക്ക് പോവുക, സുജൂദിൽ കാൽപാദം മറക്കുക, കാബസിഹി ബി സൗബിഹി വബദനിഹി, ഏതുപോലെ വസ്ത്രം കൊണ്ടോ ശരീരം കൊണ്ടോ ഇങ്ങനെ കളിക്കുക, അനാവശ്യമായിട്ട് ഇങ്ങനെ കളിക്കുക. അത് ഖുശൂവിനെതിരാണ്. നിസ്കാരത്തിൻ്റെ റൂഹാണ് ഖുശൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കറാഹത്താണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പം അങ്ങനെ ശരീരം കൊണ്ട് കളിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ കളിക്കാൻ പാടില്ല. വെറുതെ അനാവശ്യ പ്രവർത്തനത്തിന് ആബസ് എന്ന് പറയാം. അപ്പോൾ ഖൽബുൽ ഹസ, ഈ പുക ടാബിളും മാർബിളും മറ്റുമൊക്കെയാണ്. കല്ലിങ്ങനെ മറിക്കുക സുജൂദിന് വേണ്ടി ഒഴികെ മറത്തൻ, ഒരു പ്രാവശ്യം. അത് ചെയ്യരുത്. സുജൂദിന് വേണ്ടിയാകുമ്പോൾ ചൂടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം കല്ല് മറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മരുഭൂമിയല്ലേ, നല്ല വെയിലുണ്ട ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. ഫർഖാത്തുൽ അസ്വാബി, വിരൽ പൊട്ടിക്കുക കറാഹത്താണ്. തശ്ബീഖുഹ, വിരലുകളൊക്കെ കോർക്കലും. തശ്ബീഖുഹ ഒരു വട്ടോ. തഹസ്സുറു, ഊരക്ക് കൈ കൊടുക്കുക. കൈയോടെ വെക്കേണ്ടതെന്ന് സുന്നത്തുണ്ടല്ലോ, അത് ഒഴിവാക്കലാണല്ലോ. അഹങ്കാരികളാണ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഊരൊക്കെ കൈ കൊടുത്ത് ഇങ്ങനെ കരിക്കൽ. വൽത്തിഫാത്ത് ബിനുഖി, കഴുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കുക. കണ്ണുകൊണ്ട് പ്രശ്നമല്ല, മുനക്കൊണ്ട് കഴുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കുക. പിന്നെ അടിമൻ്റെ നിസ്കാരത്തിൽ നിന്ന് ശൈത്താൻ കൊണ്ടുപോകുന്ന ഭാഗമാണ് തിരിഞ്ഞു നോക്കലെന്ന്. നിസ്കാരത്തിൽ പടച്ചവനിലേക്ക് തന്നെ മുന്നിടണം. പിന്നെ വലിയ നായിരുത്തം ഇരിക്കുക, 2 ചന്തി വെച്ചിട്ട് ഭൂമിയിലിരിക്കുക. എന്നിട്ട് 2 കാലും ഇങ്ങനെ എന്ത് ചെയ്യുക, നിവർത്തി വെക്കുക. 2 കാൽമുട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ചന്തിച്ചിട്ടിരിക്കുന്നതിനാണ് യഖ്ആ എന്ന് പറയാം. നായ്ക്കളിരിക്കണ മാതിരി ആ ഇരുത്ത റസൂല വിരോധിച്ചിട്ടുണ്ട്. കോഴിക്കൾ കൊത്തണ മാതിരിയുള്ള സുജൂദും പാടില്ല എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. കുറുക്കന്മാർ തിരിഞ്ഞു നോക്കുന്നതിനായിട്ട് തിരിഞ്ഞു നോക്കലും പാടില്ല എന്ന് ഹദീസുണ്ട്. അഫ്തിറാഷ് ദിറാഇ, 2 കൈകളെ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിരത്തി പരത്തി വെക്കുക. കുറച്ച് ഉയർത്തി വെക്കല്ലേ വേണ്ടത് പുരുഷൻ. മൃഗങ്ങളൊക്കെ അങ്ങനെ വെക്കുക, നായ്ക്കളൊക്കെ അങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ അമർത്തി വെക്കുക. അപ്പോൾ അതങ്ങനെ മാറിയ മനുഷ്യൻ എന്താക്കണം, കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ ഉയർത്തി വെക്കണം. തശ്മീർ കഫൈഹി അൻഹുമ, കുമ്മൈഹി അൻഹുമ. അതുപോലെ തന്നെ 2 കുപ്പായ കൈ എന്ത് ചെയ്യുക, കയറ്റുക കയ്യിനെ തൊട്ട്. അതങ്ങനെ താഴ്ത്തിരണം. അതാണ് ഇതിൻ്റെ സുന്നത്ത്. ചിലപ്പോൾ മുട്ടുവരെ കയറ്റുന്നുണ്ടാവും ഒക്കെ ഉണ്ടാവും.
നിസ്കാരത്തിൽ ഏതായാലും ചെയ്യരുത്. അപ്പോൾ സലാത്തുഹു ഫി സറാവീൽ, തുണിയിലോ പാൻറ്റൊക്കെ എടുത്ത് നിസ്കരിക്കുക. തുണിയും പാൻറ്റൊക്കെ എടുത്ത് നിസ്കരിക്കുക. സിർവാല് മയ ഖുദ്റത്തി അലാ ലിബ്സിൻ ഖമീസ്, വസ്ത്രം ഖമീസിന് ലിബുസുൽ ഖമീസ് ധരിക്കാൻ കഴിഞ്ഞിട്ടും പാൻറ്റും തുണിയൊക്കെ എടുത്ത് നിസ്കരിക്കുക. ഇത് കറാഹത്താണ്. അതിൻ്റെ തഹാവനും തക്കാസുലൊക്കെയാണ് അത്ര, കില്ലത്തുൻ്റെ അതുപാണത്രേ. അതായത് 3 വസ്ത്രത്തിലാണ് സുന്നത്ത്: ഇസാറ്, ഖമീസ്, ഇമാമത്ത്. പെണ്ണിന് ഖമീസ്, ഹിമാറും, യഖ്നാഅത്ത്. റദ്ദു സലാമി ബിൽ ഇഷാറത്തി, നേരെ സലാം അടക്കാൻ പറ്റൂല, ആംഗ്യം കൊണ്ട് സലാം അടക്കലും നിസ്കാരത്തിന് കറാഹത്താണ്. ആംഗ്യം കാണിക്കുക, അത് കറാഹത്താണ്. തറബ്, ചമ്രം പടിഞ്ഞിരിക്കുക ബിലാവുതിരിയും കാരണമല്ലാതെ, അതും കറാഹത്താണ്. വാക്കസു ഷാരിഹി, മുടി കെട്ടുക. പെരടിയിലും മറ്റൊക്കെ തലയിലൊക്കെ വെച്ച് കെട്ടൂലേ, കൂട്ടിക്കെട്ടൂലേ, തുണി മുടി ഇങ്ങനെ അഴിച്ചിടാണ് വേണ്ടത്. അപ്പോൾ പുരുഷനും ചെയ്യാൻ പാടില്ല. പിന്നെ പെരടിയിലോ തലയിലൊക്കെ വെച്ച് കെട്ടുക. ഇവ പറഞ്ഞു അങ്ങനെ നിസ്കരിച്ച ഒരാളോട്, എടോ മുടിയൊക്കെ കെട്ട് കഴിച്ചിട്ട് എൻ്റെ കൂടെ അതും സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വലിയ എഹ്തിജാറു ഷദ്ദു റസിബിൽ മിന്ദീൽ, അതുപോലെ തല കെട്ടുക, മിന്ദീൽ ടവലോണ്ട് കെട്ടുക. എഹ്തിജാർ എന്ന് പറഞ്ഞാൽ തലൻ്റെ നടുക്ക് ഒഴിവാക്കിയിട്ട് ചുറ്റുഭാഗത്തും കെട്ടലും പറയും. ഇവിടെ മിന്ദീൽ ടവലോണ്ട് തലയിട്ട്. തെറുക്ക് വസത്തിഹ മക്സൂഫൻ, അതാണ് പറയുന്നത്. എൻ്റെ ബാക്കി നടുഭാഗം ഒഴിച്ചിടുക, കാലിയാക്കിയിടുക. മേൽഭാഗം തലപ്പാവിനൊരോട്ട. കഫ് സൗബിഹി, വസ്ത്രം അങ്ങനെ പിടിക്കാനും പാടില്ല. വസ്ത്രം അങ്ങനെ ഉയർത്തി പിടിക്കുക. നമ്മൾ ചില ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടില്ലേ, മുന്നുക്കൊക്കെ അങ്ങനെ, മുന്നുക്കും പിന്നുക്കൊക്കെ വസ്ത്രം അങ്ങനെ കൂട്ടിക്കെട്ടുക, ഉയർത്തി കെട്ടുകയൊന്നും ചെയ്യരുത്. നേരെ അങ്ങനെ ചില വസ്ത്രധാരണമൊക്കെ ഉണ്ടല്ലോ, മേപ്പെട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഉള്ളേ, അത് ചെയ്യരുത്. ചില ഈ ഭാഗ ആളുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് കഫ് സോബി, വസ്ത്രം ചെയ്യുക, ഉയർത്തി പിടിക്കുക. റഫ് എന്നർത്ഥം. ഇനി പിന്നെന്താ, വസദുലുഹു, കഫ് സൗബിഹി വസദുലുഹു, വസ്ത്രം ഉയർത്തി ഇങ്ങനെ പിടിക്കുക, അതിങ്ങനെ താഴ്ത്തിടേണ്ടതാണ്, അഴിച്ചിടേണ്ടതാണ്. പിന്നെ സദുലും കറാഹത്താണ്. സദില് അഹങ്കാരത്തിൻ്റെയും ഒരു കാര്യത്തിലെടുക്കാത്ത തഹാവിന്, മറ്റ് നിസ്സാരമാക്കുന്ന അടിയാണ്. വസ്ത്രം ചെയ്യുക തലയിലിടങ്ങട്ട്, വസ്ത്രം തലയിലും 2 ചുമലും കൂടി എന്താക്കുക, തൂക്കിയിടുക എന്നാണ് പറയാം. അല്ലെങ്കിൽ 2 തോളിൽ മാത്രം ഇടുന്നു സദിലെന്ന് പറയും. ചില മുണ്ടൊക്കെ ഇങ്ങനെ തോളിലിടുന്നു. അപ്പോൾ അതിനൊരു ഭാഗത്തേക്ക് കൂട്ടി ഇങ്ങനെ ഇടണം, അല്ലാതെ 2 ഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ത്തി, 2 തല താഴ്ത്തി ഇങ്ങനെ ഇടാൻ പാടില്ല. ഈ തലയിൽ തട്ടിടൂലേ പെണ്ണുങ്ങളൊക്കെ തട്ടിടുന്ന മാതിരി, എന്നിട്ടത് അതിൻ്റെ ഒരു തല എന്ത് ചെയ്യണം, ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറ്റി മടക്കി തോളിലേക്ക് ഇടണം. അങ്ങനെ ഇടാത്തതിനാണ് സദില് എന്ന് പറയാം. റസൂലുള്ളാഹി സദില് വിരോധിച്ചിട്ടുണ്ട്. അതേമാതിരി വായ മൂടി കെട്ടാൻ പാടില്ല, മൂക്ക് മൂടാൻ പാടില്ല. നിസ്കാരത്തിലൊക്കെ മജൂസികളാണൊക്കെ ചെയ്യുക. നിസ്കാരത്തിലേക്ക് കറാത്ത, നിസ്കാരത്തിൻ്റെ പുറത്ത് പ്രശ്നം കേട്ടോ. വയറിന് പ്രശ്നങ്ങൾക്ക് അടുത്ത പ്രശ്നം ഇതിലൊക്കെ ഉണ്ടാവും. വൽ ഇന്ദിറാജ് ഫീഹി,
ഹൈസല യുഹ്രിജ് യദൈഹി, കൈയൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം. ഇന്ദിറാജ് ഫീഹി, വസ്ത്രത്തിൽ അകത്ത് നിൽക്കുക. ഹൈസുല യുഹ്രിജു യദൈഹി, രണ്ട് കൈ പുറത്തേക്ക് കാണിക്കാത്ത വിധത്തിൽ. ജൂതന്മാരാണ് അങ്ങനെ ഒന്നായിട്ട് മൂടി പൊതിച്ചിട്ട് ആരാധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ. ജാഹിദ് സോബി താഴത്തെ ഇബിദി, വസ്ത്രം വലത് കക്ഷത്തിൻ്റെ താഴെ വെക്കലും കറാത്താണ്. തുറഹു ജാനിബേ, ഇങ്ങോട്ട് എന്ത് ചെയ്യുക, അതിന് രണ്ട് ഭാഗത്തെ ഇടുക. അലാത്തൈസരി, ഇടത് ചുമലിൽ കഷത്തിലിട്ടിട്ട് വലത്തെ കഷത്തിലൂടെ ഇട്ടിട്ട് രണ്ട് ഭാഗം എന്ത് ചെയ്യുക, അടുത്ത ചുമലിലേക്ക് ഇടുക. കാരണം രണ്ട് ചുമൽ മറക്കൽ സുന്നത്താണ് നിസ്കാരത്തിൽ. അപ്പോൾ ഇത് കഷത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ചുമൽ മറക്കലുണ്ടാവില്ലല്ലോ. ഇടത് വശത്തെ തോടല്ലേ മറക്കലുണ്ടാവുള്ളൂ, രണ്ട് ചുമൽ മറക്കലാണ് സുന്നത്ത്. വൽ ഖിറാഅത്ത് ബിഗൈരി ഹാലത്തിൽ ഖിയാം, നിൽക്കേണ്ട സന്ദർഭത്തിലല്ലാതെ ഖുർആൻ ഓതുക. റുക്കൂൻ്റെ നല്ല ഖുർആൻ ഓതുക. പിന്നെ ഇത്വാലത്തു റക്അത്തിൽ ഒന്നാം റക്അത്ത് ദീർഘിപ്പിക്കൽ ഫി തത്വബുഇ സുന്നത്ത് നിസ്കാരത്തിൽ. അങ്ങനെ ഒന്നാം റക്അത്ത് ദീർഘിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സുന്നത്ത് നിസ്കാരത്തിൽ. നമ്മുടെ മതത്തിൽ എങ്ങനെയും സുന്നത്ത് തന്നെ ഒന്നാമത്തെ കൂട്ടുകാർ ഷാഫി മതം. والقراءة في غير هذا مثالة الركعة الأولى في التطوع. وتطويل الثانية على الأولى. രണ്ടാം റക്അത്തിന് ഒന്നാം റക്അത്തിനേക്കാൾ നീട്ടലും കറാഹത്താണ്. ഈ ജമീഉ സ്വലവാത്തി, എല്ലാ നിസ്കാരത്തിനും ഫർദിനും സുന്നത്തിലും ഒക്കെ ഒന്നാം റക്അത്തിനേക്കാൾ രണ്ടാമത്തേന് നീട്ടൽ കറാഹത്താണ്. പിന്നെ തക്റാറു സൂറത്തി ഫീ റക്അത്തിൻ വാഹിദത്തിൻ മിനൽ ഫർദി, ഫർദ് നിസ്കാരത്തിൻ്റെ ഒരു റക്അത്തിൽ തന്നെ സൂറത്ത് ഇങ്ങനെ പലവട്ടം ആവർത്തിക്കലും കറാഹത്താണ്. രണ്ട് റക്അത്തിൽ ആവർത്തിക്കൽ അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല, ഒരു റക്അത്തിൽ തന്നെ പലവട്ടം. ഖിറാഅത്തു സൂറത്തിൻ ഫൗഖല്ലത്തി ഖറഅഹ, അവർ ഓതിയതിൻ്റെ മുകളിലുള്ള ഒരു സൂറത്ത് ഓതി. ഇപ്പോൾ ഒരു സൂറത്ത് ഖുൽ റബ്ബിൻ നാസ് ഓതിയെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സൂറത്ത് ഖുൽ റബ്ബിൽ ഫലഖ് ഓതുക. അല്ലാഹുവിൻ്റെ